ഈ യാത്ര ഋഷികേശിലേക്കാണ്. സോളോ ആയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുത്ത് ഡൽഹിയിൽ നിന്ന് വന്നാൽ. ഡൽഹിയിൽ നിന്ന് ഋഷികേശ് എങ്ങനെ എത്തിപ്പറ്റാമെന്ന് പറഞ്ഞാൽ കശ്മീരി ഗേറ്റ് ISBT ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലിൽ നിന്ന് നമുക്ക് ഋഷികേശിലേക്ക് ബസ് കിട്ടും. എന്നിട്ട് ഇവിടുത്തെ ISBTയിൽ നമ്മൾ ഇറങ്ങുക. ഇവിടെ നിന്ന് ഷെയർ ഓട്ടോ എടുക്കുക. ഷെയർ ഓട്ടോ ഒരു 50 രൂപ. എങ്ങോട്ടാണ്? രാംഝൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. രാംഝൂല ഇറങ്ങിയിട്ട് ലക്ഷ്മൺ ഝൂലയിലേക്ക് പോകാൻ ഈ ഒരു ബ്രിഡ്ജേ ഉള്ളൂ. സോ ഐ എം ക്രോസിംഗ് ദാറ്റ്. ഇതെനിക്ക് നടക്കുമ്പോൾ ചെറുതായിട്ട് തല ചുറ്റുന്നുണ്ട്. ബിക്കോസ് ഇത് ഇളകുന്നുണ്ട്. ആൻഡ് ദ ക്രൗഡ് ഈസ് ടു മച്ച്. ഇത്രയും തിരക്കുള്ള ഒരു ബ്രിഡ്ജിൽ കൂടെ നടക്കണേ. ആൻഡ് വി ഹാവ് എ ഗുഡ് വ്യൂ ഓൾസോ. ഓക്കെ, നമുക്ക് എന്ത് രസം. पहाड़ों और पहाड़ों इसके बीच पानी गंगा. നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ലക്ഷ്മൺ ഝൂല എത്തിയിട്ടാണ്. ഈ പിള്ളേരെ കണ്ടോ? ഈ 3 പേര്. ഇവരാദ്യം എനിക്ക് സ്ട്രേഞ്ചർ ആയിരുന്നേ. പിന്നെയാണ് എൻ്റെ കൂടെ മൊത്തം ആ ട്രിപ്പിനുണ്ടാവും. അത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഞാൻ ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്നെ കുറച്ച് ചെക്കന്മാരിങ്ങനെ ഫോളോ ചെയ്തു വന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ഈ പിള്ളേരോട് മിണ്ടി. അങ്ങനെ ആ ട്രിപ്പ് മൊത്തം അവരുടെ കൂടെ ആയിരുന്നു ഞാൻ. നമ്മൾ സ്റ്റേ ചെയ്തത് വന്നിട്ട് ബാബ ഋഷികേശ് ഹോസ്റ്റൽ. എനിക്ക് 200 രൂപയാണ് ആകെ സ്റ്റേക്ക് ആയത്. അതിൻ്റെ മേലെ ഈ കഫേയാണ്, താഴെയാണ് ഡോർമെട്രി. ഫുഡ് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു കഫേയിൽ. എന്നാലും ആ ക്വാളിറ്റിക്കുള്ള പൈസ അവിടെ ഉണ്ടായിരുന്നു. ഇത് പറയില്ലേ, നമ്മൾ ഫുഡാണ് ജോയിൻസ് പീപ്പിൾ എന്ന് പറയില്ല. അതുപോലെ ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അവരായിട്ട് നല്ല കമ്പനിയായി. Bhutnath temple, and we get full view of Rishikesh from there, and it's a small trek, no? Yeah, for around 7 minutes. Already exhausted. Yeah, and there are pretty plants around here. ഋഷികേശിൽ വന്നിറങ്ങി ഈ ലക്ഷ്മൺ ഝൂല എത്തിയിട്ട് ഇവിടെ നിന്നൊരു സ്കൂട്ടി റെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ റെൻറ്റ് ചെയ്ത് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോവാം. നമുക്കിങ്ങനെ റെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ റെൻറ്റ് ചെയ്തില്ല. പക്ഷേ ഈ അമ്പലം കേട്ടോ, ഫസ്റ്റ് ഇത് ഭൂത്നാഥ് ടെമ്പിൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഋഷികേശിൻ്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കിട്ടാം. നല്ല കാറ്റ്. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം. ഇനി മേലോട്ട് കയറാനുണ്ട്. അവിടെ കയറി ഫുൾ വ്യൂ കിട്ടുമായിരിക്കും. Again steps. ഇതാണ് എൻ്റെ പിള്ളേർ. മുത്തുകളാണ്, മുത്തുകൾ. ഇവർ താഴെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വീടുണ്ടാക്കാൻ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു. സിലേറ്റ് ചിൽഡ്രൻ. നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ അവിടെ 4 മണിക്ക് ക്ലോസിംഗ് ആണ്. ടിക്കറ്റ് 200 പെർ ഹെഡ്. അപ്പോൾ നമ്മളവിടെ പോയില്ല. പകരം അതിന് മുന്നിലൊരു വെള്ളം അലിമി ഗംഗേൻ്റെ ബാങ്ക് കണ്ടു. സോ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഹിയർ. പിന്നെ കിടക്കുക അവിടുന്ന് നടന്നു വന്നിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമല്ലല്ലോ, വെള്ളത്തിനടുത്ത് ഇങ്ങനെ എത്തി. ഇവരൊന്നും ബീച്ച് കാണാത്തതുകൊണ്ട് എന്തോ ബീച്ചിൽ വന്നൊരു ഫീലിംഗ് ആണ്. Can you understand what I'm saying? हाँ कि जैसे बीच वाली फीलिंग आ रही है यहाँ पे. बहुत ठंडा है पानी. बस जाओ. സ്ഥലത്തുനിന്ന് വെള്ളം ഒഴുകി ഗംഗാ നദിയിലേക്ക് ചേരുകയാണ്.
അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ഗംഗാ ആരതി കാണുക എന്നുള്ളതാണ്. ഋഷികേശിൽ മെയിനായിട്ടുള്ള ഗംഗാ ആരതി നടക്കുന്നത് ത്രിവേണി ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് രാംജൂല പോയിട്ട് അവിടെ നിന്ന് നേരത്തെ പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ട്രാഫിക്കിൽ പെട്ടുപോകും. ഒരു 4 മണിക്കൊക്കെ പോകണം, 6 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പരമാർത്ഥ ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ബെസ്റ്റ് ഗംഗാ ആരതി ഇൻ ഋഷികേശാണ്. എനിക്ക് ഗംഗാരതി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു ആരതിയിൽ കണ്ടു നിൽക്കുന്ന നമുക്കും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമുക്ക് കുറി തൊട്ട് വരും, പിന്നെ ഇവരുടെ ഈ ഭജൻസ് നമുക്ക് ഏറ്റുപാടാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇത് എൻഡ് ചെയ്ത നാഷണൽ ആന്തം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര എൻലൈറ്റനിങ് ആയിരുന്നു. ഗംഗാ ആരതി ഇന്ത്യയിൽ വാരണാസി, ഋഷികേശ്, ഹരിദ്വാർ അങ്ങനെ പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാറുണ്ട്. അപ്പം ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ എന്തോരം നേച്ചറായിട്ട് കണക്റ്റഡാണ്. നമ്മൾ ഡിപ്പെൻഡൻസി ഓൺ നേച്ചറാണ്. ആ നേച്ചറിനെ നമ്മൾ ബഹുമാനിക്കുകയും സ്പിരിച്വലി നമ്മൾ കണക്റ്റ് ആവുകയും ചെയ്യുമ്പം അതിൽ നിന്ന് എൻലൈറ്റഡ് ആവാൻ നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ലക്ഷ്മൺ ചൂല എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു. പല ഫുഡ്, പല കൾച്ചർ, കുറേ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് വാക്ക് ഇൻ ദ നൈറ്റ്. ഹലോ, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഗോവ ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വെള്ളാരം കല്ലുകൾ ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടുത്തെ മണ്ണ് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ പുഴയിൽ നിന്ന് മണ്ണെടുത്തിട്ട് നിന്നിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്താൽ അതേ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. ലൈക്ക് ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുണ്ട്. എന്നിട്ട് രാവിലെ നമ്മൾ കുറേ നേരം ആ ഗോവ ബീച്ച് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അത് ആ ലക്ഷ്മൺ ചൂലേൻ്റെ അടുത്ത് തന്നെയാണ്. ആ ബ്രിഡ്ജ് നമുക്ക് അവിടെ നിന്നൊക്കെ കാണാൻ പറ്റും. ഞാനൊരു ബഹിഷ്മതി കൊട്ടാരത്തിൽ ഞാൻ പണിഞ്ഞെത്തുന്നു. ഞാൻ ആദ്യം കുറേ നേരം ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഇവിടെ വരെ വന്നിട്ട് ഗംഗയിൽ മുങ്ങിയില്ല. ഞാനിതിനു മുന്നേ ഹരിദ്വാറിൽ പോയിട്ട് എനിക്ക് മുങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് മുങ്ങിയില്ലെങ്കിൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് 2 കൽപ്പിച്ച് മുങ്ങി. അയ്യോ, അതൊരു ഫീലിംഗ് ആകട്ടോ. വെള്ളം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഗംഗയിൽ മുങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് 7 തവണ മുങ്ങണം, എന്നാൽ 7 ജന്മത്തെ പാപം ഗംഗയിൽ പോവും എന്നുള്ള കേട്ടിട്ടുണ്ട്. അങ്ങനെ 7 തവണ മുങ്ങി. പിന്നെ ഋഷികേശ് അങ്ങനെ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കണ്ടില്ല. പറാത്ത പിന്നെ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് വരുമ്പോഴും ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമല്ലോ. അപ്പം ഞാനിത് നമ്മൾ ശിവൻ്റെയൊക്കെ കയ്യിൽ കാണല്ലേ, അപ്പോൾ ഇതവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു 40 രൂപയ്ക്ക് ഞാനിത് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊട്ടിക്കൊട്ടി ഇങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ നടന്നിരുന്നു. നല്ല കാഴ്ചകളാണ് രാവിലെ ആണെങ്കിലും അതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഞാനതൊക്കെ കഴിഞ്ഞ് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് നീൽഖണ്ഡ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ കൂടെ പോകാമെന്നുള്ളൊരു പ്ലാനായത്. അത് ഈ ലക്ഷ്മൺ ചൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ലക്ഷ്മൺ ചൂല എന്നൊരു ക്യാബ് ബുക്ക് ചെയ്യണ ചെയ്തത് പെർ ഹെഡ് 400 രൂപയായി. അല്ലെങ്കിൽ തന്നെ ട്രക്ക് ചെയ്തിട്ടും ബസ് മാർഗവും ഒക്കെ പോകാൻ തോന്നുന്നു. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിവൻ ഒരു കുഞ്ഞു കുട്ടിയാണ്. എനിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് ഇവിടുത്തെ ശിവൻ. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അത് കാണുന്നത്. പിന്നെ ഇവിടുത്തെ പൂജകളൊക്കെ നമ്മൾ തന്നെയാണ് കൂടുതലും നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് പോകുമ്പോൾ തന്നെ ഒരു കിറ്റ് വാങ്ങാൻ കിട്ടും. ആ കിറ്റിൽ നിന്നുള്ള സംഭവങ്ങൾ ഗംഗയുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വെച്ച് നമ്മൾ തന്നെയാണ് ശിവലിംഗത്ത് പൂജ ചെയ്യണത്. പിന്നെ എപ്പോൾ പോയാലും ഒരുപാട് തിരക്കായിരിക്കും. കുറേ സമയം നമ്മളൊരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. നല്ല തിരക്കുള്ളൊരു അമ്പലമായിരുന്നു. തിരിച്ച് നമ്മൾ ടാക്സിയിലിറങ്ങി ടാക്സിക്കാരനോട് തന്നെ നമ്മൾ രാംജൂലയിലേക്ക് വിടാൻ പറഞ്ഞു. നമ്മൾ ഒന്നില്ലെങ്കിൽ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റോഡ് മാർഗ്ഗമുണ്ട്. പുള്ളിക്കാരൻ നമ്മളെ രാംജൂലയിൽ വിട്ടു. രാംജൂലയും ചെറുതായിട്ട് ഒന്ന് കറങ്ങി കണ്ടിട്ട് നമ്മൾ പതുക്കെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോയി. ഒരുപാട് നല്ല ഓർമ്മകളും
എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ തന്നൊരു യാത്രയാണ്, അതേപോലെ ഒരുപാട് ധൈര്യവും. എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് കണ്ടതിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എല്ലാവരും യാത്ര ചെയ്യുക. ഇനിയും എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.